നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള നവോത്ഥാനത്തെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിലൂടെ എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഈ വരുന്ന ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ സ്വാധീന ഫലമായി ആലപ്പുഴയിൽ സ്ഥാപിതമായ സംഘടന ഏതാണ്? ലജ്നത്തുൽ മുഹമ്മദീയ സംഘം. അപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ സ്വാധീന ഫലമായി ആലപ്പുഴയിൽ സ്ഥാപിതമായ സംഘടനയാണ് ലജ്നത്തുൽ മുഹമ്മദീയ സംഘം. ആർക്കും സന്യാസ ദീക്ഷ നൽകാതിരുന്ന ശ്രീനാരായണ ശിഷ്യനായ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആർക്കും സന്യാസ ദീക്ഷ നൽകാതിരുന്ന ശ്രീനാരായണ ശിഷ്യനായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആനന്ദതീർത്ഥനാണ്. ആനന്ദതീർത്ഥൻ. തീയക്കുട്ടിയുടെ വിചാരം ആരുടെ രചനയാണ്? തീയക്കുട്ടിയുടെ വിചാരം ആരുടെ രചനയാണ്? കുമാരനാശാന്റെ രചനയാണ് തീയക്കുട്ടിയുടെ വിചാരം. കൊച്ചി രാജാവ് നൽകിയ വീരശൃംഖല 1962 ചൈനീസ് ആക്രമണമുണ്ടായ സമയത്ത് യുദ്ധഫണ്ടിലേക്ക് സംഭാവന ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. കൊച്ചി രാജാവ് നൽകിയ വീരശൃംഖല 1962 ചൈനീസ് ആക്രമണം ഉണ്ടായ സമയത്ത് യുദ്ധഫണ്ടിലേക്ക് സംഭാവന ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ച വർഷം 1924. 1924 വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചത്. ഏത് സമുദായത്തിലാണ് തൈക്കാട് അയ്യ ജനിച്ചത്? തൈക്കാട് അയ്യ ജനിച്ചത് വെള്ളാള സമുദായത്തിലാണ്. വെള്ളാള. കാളി നാടകം ആരുടെ രചനയാണ്? കാളി നാടകം ആരുടെ രചനയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ രചനയാണ്. അനാഥ കുട്ടികളെ ആശ്രയം നൽകി വളർത്താൻ ആലുവയ്ക്കടുത്ത് ആനന്ദ ഭവനം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ. ഭാഷാഭിമാനി എന്ന തൂലികാനാമം ആരുടേതാണ്? ഭാഷാഭിമാനി എന്ന തൂലികാനാമം ആരുടേതാണ്? CV കുഞ്ഞിരാമന്റെ തൂലികാനാമമാണ് ഭാഷാഭിമാനി. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ക്ഷേത്രപ്രവേശന ദിനം ആചരിച്ചത് എന്നാണ്? 1931 സെപ്റ്റംബർ 25 ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ക്ഷേത്രപ്രവേശന ദിനം ആചരിച്ചത് എന്നാണ്? 1931 സെപ്റ്റംബർ 25. മലപ്പുറത്ത് നിന്നും എവിടേക്കാണ് പാർവതി നെന്മേനിമംഗലം ബോധവൽക്കരണ ജാഥ നയിച്ചത്? മലപ്പുറത്ത് നിന്നും എവിടേക്കാണ് പാർവതി നെന്മേനിമംഗലം ബോധവൽക്കരണ ജാഥ നയിച്ചത്? കോട്ടയത്തേക്ക്. ആനന്ദതീർത്ഥൻ ജനിച്ചത് എവിടെയാണ്? ആനന്ദതീർത്ഥൻ ജനിച്ചത് എവിടെയാണ്? തലശ്ശേരിയിലാണ് ആനന്ദതീർത്ഥൻ ജനിച്ചത്. ഈശ്വര വിചാരം എന്ന പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടത് ആര്? ഈശ്വര വിചാരം എന്ന പ്രസിദ്ധീകരണം ആരുമായി ബന്ധപ്പെട്ടതാണ്? വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണമാണ് ഈശ്വര വിചാരം. 1924 എറണാകുളത്ത് ചേർന്ന കോൺഗ്രസ് കമ്മിറ്റി അയിത്തോച്ചാടന പ്രവർത്തനത്തിന് പ്രാധാന്യം നൽകാൻ തീരുമാനിച്ചതിനെ തുടർന്ന് അതിനായി സംഘടിപ്പിച്ച കമ്മിറ്റിയുടെ കൺവീനറായി തെരഞ്ഞെടുത്തത് ആരെയാണ്? കെ കേളപ്പനെ. കെ കേളപ്പൻ. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരാണ് ഇടക്കാല പാർലമെന്റിൽ അംഗമായിരുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരാണ് ഇടക്കാല പാർലമെന്റിൽ അംഗമായിരുന്നത്? ദാക്ഷായണി വേലായുധൻ. ഇന്ററിം ഗവൺമെന്റ് ആരാണ് അംഗമായിരുന്നത്? ദാക്ഷായണി വേലായുധൻ. ഫ്രാങ്കോ രാഘവൻ പിള്ളയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതാണ്? ഫ്രാങ്കോ രാഘവൻ പിള്ളയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതാണ്? കടയ്ക്കൽ സമരം. കടയ്ക്കൽ സമരം. സുബ്രഹ്മണ്യൻ തിരുമുമ്പ് എഴുതിയ
രാജ്യദ്രോഹപരമായ കവിത പ്രസിദ്ധീകരിച്ചു എന്നാരോപിച്ച് 1931 തടവിന് ശിക്ഷിക്കപ്പെട്ട പത്രാധിപർ ആരാണ്? ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ. ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ. കൊച്ചി രാജ്യത്ത് ക്ഷേത്രപ്രവേശന വിളംബരം പ്രാബല്യത്തിൽ വന്ന വർഷം. എന്നാണ് കൊച്ചി രാജ്യത്ത് ക്ഷേത്രപ്രവേശന വിളംബരം പ്രാബല്യത്തിൽ വന്നത്? 1948 പ്രാബല്യത്തിൽ വന്നത്. ഓർക്കുക, ജാതി വിവേചനം ഇല്ലാതാക്കുന്നതിനായി ഉന്നത ജാതിക്കാർ ഉപയോഗിച്ചു വന്നിരുന്ന പേരുകളും ജാതിനാമങ്ങളും ദളിത് വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആനന്ദ തീർത്ഥനാണ്. ആനന്ദ തീർത്ഥൻ. ഉത്തരവാദ പ്രക്ഷോഭണ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരവാദ പ്രക്ഷോഭണ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാളായിരുന്നു. ശ്രീ ചിത്തിര തിരുനാൾ. കുമാരനാശാന്റെ തത്വചിന്താപരമായ വീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന കൃതി ഏതാണ്? പ്രരോദനം. പ്രരോദനം എന്ന കൃതിയിലാണ് കുമാരനാശാന്റെ തത്വചിന്താപരമായ വീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്. അടുത്ത ചോദ്യം, പി.കെ. എന്ന വ്യാജനാമത്തിൽ കേരള കൗമുദിയിൽ എഴുതിയിരുന്നത് ആര്? പി.കെ. എന്ന വ്യാജനാമത്തിൽ കേരള കൗമുദിയിൽ എഴുതിയിരുന്നത് ആരാണ്? സി.വി. കുഞ്ഞിരാമൻ. സി.വി. കുഞ്ഞിരാമൻ. ആത്മബോധോദയ സംഘം സ്ഥാപിതമായ വർഷം. എന്നാണ് ആത്മബോധോദയ സംഘം സ്ഥാപിതമായത്? 1926 ആത്മബോധോദയ സംഘം സ്ഥാപിതമായത്. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ടി. സുബ്രഹ്മണ്യൻ തിരുമുൻപിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂരിലേക്ക് കാൽനട ജാഥ യാത്ര തിരിച്ചത് എവിടെ നിന്നാണ്? എവിടെ നിന്നാണ്? പയ്യന്നൂരിൽ നിന്നാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ടി. സുബ്രഹ്മണ്യൻ തിരുമുമ്പിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂരിലേക്ക് കാൽനട ജാഥ നയിച്ചത്. പയ്യന്നൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക്. EMS നമ്പൂതിരിപ്പാടിന്റെ ജീവചരിത്രമായ അറിയപ്പെടാത്ത EMS രചിച്ചത് ആര്? അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്. അപ്പുക്കുട്ടൻ വള്ളിക്കുന്നാണ് EMS നമ്പൂതിരിപ്പാടിന്റെ ജീവചരിത്രമായ അറിയപ്പെടാത്ത EMS രചിച്ചത്. നാലണ സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടിണിക്കിടുന്നു. അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടിണിക്കിടുന്നു. ആരുടെ വാക്കുകളാണിവ? അപ്പോൾ നാലണ സൂക്ഷിക്കുന്നവൻ വേറെ ഒരാളെ പട്ടിണിക്കിടുന്നു. അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടിണിക്കിടുന്നു. ആരാണ് ഈ വാക്കുകൾ പറഞ്ഞത്? വാഗ്ഭടാനന്ദന്റെ വാക്കുകളാണിവ. മദ്രാസ് നിയമസഭയിലേക്ക് 1946 രണ്ടാം പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ്? മദ്രാസ് നിയമസഭയിലേക്ക് 1946 രണ്ടാം പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ്? A.V. കുട്ടിമാളു അമ്മയാണ്. A.V. കുട്ടിമാളു അമ്മ. AKG ഭവൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? AKG ഭവൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹിയിലാണ് AKG ഭവൻ. AKG സെന്റർ ആണ് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നത്. AKG ഭവൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹി. വാഗ്ഭടാനന്ദന്റെ ശിവയോഗ വിലാസം എന്ന പ്രസിദ്ധീകരണത്തിന്റെ ആദ്യ പേര് എന്തായിരുന്നു? അപ്പോൾ വാഗ്ഭടാനന്ദന്റെ പ്രസിദ്ധീകരണമാണ് ശിവയോഗ വിലാസം. ഈ പ്രസിദ്ധീകരണത്തിന്റെ ആദ്യ പേരാണ് ശിവയോഗി വിലാസം. ശിവയോഗി വിലാസം. പട്ടിണിജാഥ നയിച്ച് മദ്രാസിലെത്തിയ A.K. ഗോപാലനൊപ്പം ഒരു വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടത് ആരെയാണ്? ആരെയാണ്? ചന്ദ്രോത്ത് കുഞ്ഞിരാമൻ നായരാണ് A.K. ഗോപാലനൊപ്പം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്. അപ്പോൾ പട്ടിണിജാഥ നയിച്ച് മദ്രാസിലെത്തിയ A.K. ഗോപാലനൊപ്പം ഒരു വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടത് ആരാണ്? ചന്ദ്രോത്ത് കുഞ്ഞിരാമൻ നായർ. അടുത്ത ചോദ്യം, അന്തമില്ലാത്തൊരാഴത്തിലേക്കിതഹന്ത താഴുന്നു ജ്ഞാനഹോ കുമാരനാശാന്റെ ഏത് രചനയിലെ വരികളാണിവ? കരുണയിലെ വരികളാണിവ. അടുത്ത ചോദ്യം, ഈഴവർക്കു വേണ്ടി കഥകളി യോഗം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഈഴവർക്ക് വേണ്ടി കഥകളി യോഗം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ടി ഭാസ്കരൻ. ആരാണ്? ടി ഭാസ്കരനാണ്. വിനായകാഷ്ടകം
വിനായകാഷ്ടകം രചിച്ചത് ആരാണ്? വിനായകാഷ്ടകം രചിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് വിനായകാഷ്ടകം രചിച്ചത്. എറണാകുളം ജില്ലയിലെ തേവരയിൽ പണ്ഡിറ്റ് കറുപ്പൻ ആരംഭിച്ച സാമൂഹിക പരിഷ്കരണ സംഘടന ഏതാണ്? വാലസമുദായ പരിഷ്കരണീ സഭയാണ് എറണാകുളം ജില്ലയിലെ തേവരയിൽ പണ്ഡിറ്റ് കറുപ്പൻ ആരംഭിച്ചത്. കൈരളി കൗതുകം രചിച്ചത് ആരാണ്? കൈരളി കൗതുകം രചിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ് കൈരളി കൗതുകം രചിച്ചത്. മന്നത്ത് പത്മനാഭൻ ഏത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് നിയമിക്കപ്പെട്ടത്? മന്നത്ത് പത്മനാഭൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് നിയമിക്കപ്പെട്ടത്. അപ്പൊ ഈ ചോദ്യങ്ങളെല്ലാം പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. ഇവിടെ എക്സാമിന്റെ കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട്. എല്ലാം PYQs ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, കുമാരനാശാന്റെ ഏത് രചനയിലെ നായക കഥാപാത്രമാണ് മദനൻ? മദനൻ ലീല, ലീലയും മദനനും. അപ്പം ലീലയിലെ നായക കഥാപാത്രമാണ് മദനൻ. മദനൻ ഏതിലാണ് EMS നമ്പൂതിരിപ്പാടിന്റെ ആദ്യ ലേഖനം പ്രസിദ്ധീകരിച്ചത്? ഏതിലാണ്? പാശുപതം. പാശുപതത്തിലാണ് ആദ്യ ലേഖനം പ്രസിദ്ധീകരിച്ചത്. തുർക്കി സമാചാർ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? തുർക്കി സമാചാർ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? തുർക്കി സമാചാർ. ആരാണ്? മക്തി തങ്ങൾ. മക്തി തങ്ങൾ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് തുർക്കി സമാചാർ. തോൽവിറക് സമരവും മേച്ചിപ്പുല്ല് സമരവും നടന്ന ജില്ലകൾ ഏത്? ഇപ്പോൾ ഏതാണ്? കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലായിട്ടാണ് തോൽവിറക് സമരവും മേച്ചിപ്പുല്ല് സമരവും നടന്നത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലായിട്ട്. കേരളത്തിന്റെ സോക്രട്ടീസ് എന്നറിയപ്പെട്ടത് ആരാണ്? കേരളത്തിന്റെ സോക്രട്ടീസ് ആണ് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് കേരളത്തിന്റെ സോക്രട്ടീസ് എന്ന് അറിയപ്പെട്ടത്. ഏത് മാസികയിലാണ് ഉണ്ണുനീലി സന്ദേശം ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? ഉണ്ണുനീലി സന്ദേശം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിലാണ്? രസികരഞ്ജിനിയിലാണ് ഉണ്ണുനീലി സന്ദേശം ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. രസികരഞ്ജിനി. ജനിച്ച വർഷത്തിന്റെ ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നവോത്ഥാന നായകർ വക്കം അബ്ദുൽ ഖാദർ മൗലവി, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, മന്നത്ത് പത്മനാഭൻ. അപ്പൊ ഇതിൽ ആദ്യം ജനിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് ആദ്യം ജനിച്ചത്. വർഷം 1856. 1856 ശ്രീനാരായണ ഗുരു ജനിച്ചത്. അടുത്ത രണ്ടാമത് ജനിച്ച ആരാണ്? അയ്യങ്കാളി. അയ്യങ്കാളി എന്നാ ജനിച്ചത്? 1869. 1869 അയ്യങ്കാളി ജനിച്ചത്. അടുത്ത ജനിച്ച ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ചത് എന്നാണ്? 1873. 1873 വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ചത്. അടുത്തത് മന്നത്ത് പത്മനാഭൻ. എന്നാണ് ജനിച്ചത്? 1878. 1877 മന്നത്ത് പത്മനാഭൻ ജനിച്ചത്. അപ്പോൾ ജനിച്ച വർഷം ആദ്യം ജനിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു. രണ്ടാമത് ജനിച്ച ആരാണ്? അയ്യങ്കാളി. മൂന്നാമത് ജനിച്ച ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. മന്നത്ത് പത്മനാഭൻ 1878. ഇതാണ് ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എൻ്റെ പൂർവകാല സ്മരണകൾ എന്ന ആത്മകഥ രചിച്ചത് ആരാണ്? എൻ്റെ പൂർവകാല സ്മരണകൾ എന്ന ആത്മകഥ രചിച്ചത് ആരാണ്? AK ഗോപാലന്റെ ആത്മകഥയാണ് എൻ്റെ പൂർവകാല സ്മരണകൾ. അപ്പോൾ AKGയുടെ ആത്മകഥകൾ 2-3 ആത്മകഥകൾ എഴുതിയിട്ടുണ്ട്. ഒന്നാണ് എൻ്റെ പൂർവകാല സ്മരണകൾ. ഓക്കെ, 1848 കല്ലായിൽ പ്രൈമറി സ്കൂൾ ആരംഭിച്ചത് ആരാണ്? 1848 കല്ലായിൽ പ്രൈമറി സ്കൂൾ ആരംഭിച്ചത് ആരാണ്? ബാസൽ ഇവാഞ്ചലിക് മിഷൻ. BEM ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആണ് 1848 കല്ലായിൽ പ്രൈമറി സ്കൂൾ ആരംഭിച്ചത്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ജാതീയതയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തുമാറ്റാൻ സ്ത്രീകളോട് ആവശ്യപ്പെട്ടത്? കൊല്ലം ജില്ലയിൽ വെച്ച് നടന്ന സമരത്തിൽ കല്ലുമാല സമരം എന്നറിയപ്പെടുന്നു. കൊല്ലം ജില്ലയിൽ. നിത്യ ചൈതന്യയതി ആരുടെ ശിഷ്യനാണ്? നിത്യ ചൈതന്യയതി നടരാജഗുരു. പൽപ്പുവിന്റെ മകനായ നടരാജഗുരുവിന്റെ ശിഷ്യനാണ് നിത്യ ചൈതന്യയതി. നാണുവാശാൻ എന്നറിയപ്പെട്ട സുപ്രസിദ്ധ വ്യക്തി ആരാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ഒറിജിനൽ പേരാണ്, അല്ലെങ്കിൽ പണ്ടുകാലത്ത് അറിയപ്പെടുന്ന പേരാണ് നാണുവാശാൻ. യാചനായാത്രയുടെ ലക്ഷ്യം എന്താണ്? യാചനായാത്ര ആരാണ് നയിച്ചത്? VT ഭട്ടതിരിപ്പാട് 1931. യാചനായാത്രയുടെ ലക്ഷ്യം എന്താണ്? ദരിദ്ര വിദ്യാർത്ഥികൾക്ക്
പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് യാചന യാത്രയുടെ ലക്ഷ്യമായിരുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നവോത്ഥാന പ്രസിദ്ധീകരണങ്ങളുമാണ്. അഭിനവ കേരളം പ്രസിദ്ധീകരിച്ചത് ആരാണ്, അല്ലെങ്കിൽ ആരുടെ പ്രസിദ്ധീകരണമാണ് അഭിനവ കേരളം? വാഗ്ഭടാനന്ദന്റെ പ്രസിദ്ധീകരണമാണ് അഭിനവ കേരളം. അധകൃതൻ KP വള്ളോൻ, ഇത് PSC ചോദിച്ചിട്ടുള്ളതാണ്. അധകൃതൻ ആരുടെ പ്രസിദ്ധീകരണമാണ്? KP വള്ളോൻ. ആത്മവിദ്യാ കാഹളം വാഗ്ഭടാനന്ദൻ. അപ്പോൾ അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം എന്നിവ വാഗ്ഭടാനന്ദന്റെ പ്രസിദ്ധീകരണമാണ്. ഭാഷാ പോഷിണി കണ്ടത്തിൽ വർഗീസ് മാപ്പിള, ഇതും ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്. ഭാഷാ പോഷിണി ആരുടേതാണ്? കണ്ടത്തിൽ വർഗീസ് മാപ്പിള. ദേശാഭിമാനി 1915 സ്റ്റാർട്ട് ചെയ്ത ദേശാഭിമാനിയാണ്. ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? TK മാധവൻ. ഗ്രാമദീപം കേളപ്പന്റെ പ്രസിദ്ധീകരണമാണ് ഗ്രാമദീപം. കലാകേരളം ഡോക്ടർ വേലുക്കുട്ടി അരയന്റെ പ്രസിദ്ധീകരണമായിരുന്നു കലാകേരളം, ഡോക്ടർ വേലുക്കുട്ടി അരയൻ. കേരള കൗമുദി CV കുഞ്ഞിരാമൻ. അപ്പൊ ഒന്നുകൂടെ പറയാം: അഭിനവ കേരളം വാഗ്ഭടാനന്ദൻ, ആത്മവിദ്യാ കാഹളം വാഗ്ഭടാനന്ദൻ, അധകൃതൻ KP വള്ളോൻ, ഭാഷാപോഷിണി കണ്ടത്തിൽ വർഗീസ് മാപ്പിള, ദേശാഭിമാനി 1915 TK മാധവൻ, ഗ്രാമദീപം കേളപ്പൻ, കലാകേരളം ഡോക്ടർ വേലുക്കുട്ടി അരയൻ, കേരള കൗമുദി CV കുഞ്ഞിരാമൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തുടർന്നുള്ള ചോദ്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഇതുവരെ ഞങ്ങളുടെ ചാനലിന് നൽകിയ സപ്പോർട്ടിന് വളരെയധികം നന്ദി. തുടർന്നും ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്